പ്രിയ സുഹൃത്തെ, ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ഒന്ന് ചിന്തിച്ചേ. എനിക്ക് നല്ല ജോലി വേണം, എനിക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കണം, എന്റെ കടബാധ്യത മാറണം, ഇങ്ങനെ പലതരത്തിലുള്ള ആവശ്യങ്ങളല്ലേ കർത്താവിന്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയായി സമർപ്പിക്കുന്നത്? നമ്മൾ എപ്പോഴും ചിന്തിച്ചേ, നമ്മുടെ കർത്താവിനെ പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ്. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കർത്താവിനോട് യാചിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത് കിട്ടിക്കഴിയുമ്പോൾ സന്തോഷിക്കുന്നു, കിട്ടിക്കഴിഞ്ഞു കഴിയുമ്പോൾ കർത്താവിനെ പതുക്കെ അങ്ങ് മറന്നു പോവുകയാണ്. ഇത് മനുഷ്യന്റെ വലിയൊരു ദൗർബല്യമാണ്. ഒരു ചെറിയ കഥയുണ്ട്. ഒരു ഗ്രാമത്തിൽ ഒരാൾ ഏറെക്കാലം പ്രാർത്ഥിച്ചു, ഈശോയെ, എനിക്കൊരു നല്ല വീട് തരണേ, എന്റെ മക്കൾക്ക് നല്ലൊരു ഭാവി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അവരുടെ പ്രാർത്ഥന കേട്ട് അവരെ അനുഗ്രഹിച്ച് അവർക്ക് നല്ലൊരു വീടുണ്ടായി. അവരുടെ മക്കൾ പഠിച്ച് നല്ല രീതിയിൽ ജോലിയൊക്കെ നേടി. പക്ഷേ കഥയിൽ ചോദ്യമില്ലാത്തതുപോലെ തന്നെ കർത്താവിനെ അവരങ്ങ് മറന്നു കളഞ്ഞു. പിന്നീട് ആ വീട്ടിൽ കലഹവും കണ്ണുനീരും ഒക്കെ ഉണ്ടാകാനിടയായപ്പോൾ അവർ വീണ്ടും ദൈവത്തെ അന്വേഷിച്ചു വന്നു. ശരിക്കും നമ്മൾ തന്നെയല്ലേ ഇത്? നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? കാര്യം കാണാൻ മാത്രം ഈശോയെ കൂട്ടിപ്പിടിക്കുന്നു, അത് കഴിയുമ്പോൾ മറക്കുന്നു. മറക്കാൻ നമുക്ക് പല ന്യായങ്ങളും ഉണ്ട്. എനിക്ക് തിരക്കല്ലേ, എനിക്ക് കുഞ്ഞുങ്ങളില്ലേ, ഭയങ്കര ജോലി ഭാരമില്ലേ, ഉറങ്ങണ്ടായോ, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണ്ടായോ, ഒത്തിരി ന്യായങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. ഈശോയെ പലപ്പോഴും നമ്മളൊരു ATM മെഷീനായാണ് കാണുന്നത്. അങ്ങനെയല്ല. ആവശ്യം മാത്രമുള്ളപ്പോൾ മാത്രം വിളിക്കുന്ന ഒരാളല്ല ഈശോ. നമ്മുടെ കൂടെ നടക്കുന്ന, സുഖത്തിലും ദുഃഖത്തിലും വേദനയിലും സന്തോഷത്തിലും കൂടെ നടക്കുന്ന നമ്മുടെ നിഴൽ തന്നെയായി കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അങ്ങനെയെങ്കിൽ മനസ്സ് ശാന്തമായിരിക്കും, ജീവിതം സന്തോഷം നിറഞ്ഞതാകും. നമ്മളിന്ന് ജീവിക്കുന്നത് വളരെ ടെൻഷൻ നിറഞ്ഞൊരു ലോകത്തിലാണ്. സങ്കടപ്പെടാൻ 10,000 കാര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഈശോ നമ്മുടെ കൂടെ നടക്കുകയാണെങ്കിൽ ജീവിതത്തിലെ എന്തു പ്രതികൂലങ്ങൾ വന്നാലും, എന്ത് പ്രതിസന്ധി വന്നാലും, ആ പ്രതിസന്ധികളിലൊക്കെ പുഞ്ചിരിക്കാനുള്ളൊരു കൃപ കർത്താവ് നമുക്ക് നൽകും. യെശയ്യാവ് 30:20 പറഞ്ഞതുപോലെ, കർത്താവ് നിനക്ക് കഷ്ടത്തിന്റെ അപ്പവും ക്ലേശത്തിന്റെ വെള്ളവും തന്നാലും അവൻ നിന്നിൽ നിന്നും മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നീ ഈശോയെ ദർശിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളിലും ഹാപ്പി ആയിട്ടിരിക്കാൻ ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്.